ശ്രീ എം പി രാജേഷ്, തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഫലം പഠിക്കുകയും അതിനനുസരിച്ച് തിരുത്തൽ വരുത്തുകയും ചെയ്യുന്ന CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സ്വർണ്ണക്കൊള്ള അതേപോലെ തന്നെ പുനരാവിഷ്കരിക്കാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ അതിന് CPM അല്ലെങ്കിൽ LDF എങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? SKN, ഞാൻ അതിനു മുമ്പ് രണ്ടുപേരും തെറ്റായ വാദങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് അതിനൊന്നുകൂടി ഒരു മറുപടി പറയേണ്ടതുണ്ട്. രണ്ടുപേരും എനിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് കുറച്ച് മതിയായ പരിഗണന സമയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ സംസാരിച്ചത് മുഴുവൻ ഡേറ്റയുടെ ആധികാരികമായ രേഖകളെ ഉദ്ധരിച്ചാണ്. അങ്ങനെ മാത്രമേ ഞാൻ സംസാരിക്കുകയുമുള്ളൂ ഈ ചർച്ചയിൽ. ഞാൻ നേരത്തെ രണ്ടുപേരും ഉയർത്തിയ വാദം കേരളം സാമ്പത്തികമായി തകർന്നു എന്നാണ്. പിന്നീട് രണ്ടാമത്തത് അവസരത്തിൽ അവരത് ആവർത്തിച്ചില്ല. ഞാൻ അവരോട് പറയുന്നു, റിസർവ് ബാങ്ക് ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 2024-25 നിങ്ങളെടുത്ത് നോക്കൂ. RBI ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 24-25 പ്രതിശിഷ്ട വരുമാനത്തിൽ ഇരട്ടി വർധന. GDPയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് വർദ്ധിച്ചത് എന്നുള്ളത്. 2 ഇരട്ടിയാണ് അതിൽ വർധനവുണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായി ഉൽപ്പാദന മേഖലയിലെ മൂല്യവർദ്ധനവ് 1,00,000 കോടി കടന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി. അപ്പോഴാണ് വ്യാവസായികമായിട്ട് കേരളം പിന്നാക്കം പോയി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണ്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ വലിയ കുതിപ്പുണ്ടായി ഇന്നലെ കൂടി വാർത്ത കേരളത്തിലുണ്ടായിരുന്നു. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണ്. കേരളത്തിൻ്റെ IT കയറ്റുമതിയിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായി. അതുപോലെ വ്യവസായ മേഖലയുടെ കാര്യം ഇവിടെ പറഞ്ഞു. സാമ്പത്തിക സേവനങ്ങളിൽ മൂല്യവർദ്ധനവ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 3 ഇരട്ടിയാണ് കൂടിയിട്ടുള്ളത്. കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. സാമ്പത്തികമായി വളർച്ചയുണ്ടാകുന്ന ഒരു സംസ്ഥാനത്തെ നികുതി വരുമാനം കൂടൂ എന്ന് മനസ്സിലാക്കണം. പ്രാഥമികമായ സാമ്പത്തിക ശാസ്ത്ര പാഠമാണ്. തനത് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, സ്വന്തം നികുതി വരുമാനം ഇരട്ടിയിലധികമായി. അതുകൊണ്ടാണ് കേരളം കേന്ദ്രം ഇത്രയും ദ്രോഹിച്ചിട്ടും ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ കാണണം. ഇങ്ങനെ മൂലധന ചെലവ്, വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂലധന ചെലവാണ്. മൂലധന ചെലവ് 10 വർഷം കൊണ്ട് 3 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. അവിടെയാണ് കിഫ്ബിയുടെ റോള് വരുന്നത്. ഇവിടെ പരിഹാസം ഉണ്ടായില്ലോ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മണിയടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പരിഹാസം ഉണ്ടായില്ലേ. 3 ഇരട്ടിയാണ് മൂലധന ചെലവ് വർദ്ധിച്ചിട്ടുള്ളത്. സാമൂഹിക മേഖലയിലെ ചെലവ് ഇരട്ടിയായി. പെൻഷൻ 2000 ആയി എന്ന് മാത്രം പറഞ്ഞ പോരാ, സാമൂഹിക മേഖലയിലെ ചെലവ്, മൊത്തം ചെലവ് ഇരട്ടിയായി. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശ്രീ രണ്ടത്താണിക്ക് ഞാൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞത് മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചുള്ളൂ. അതിലെന്തോ ഒരു ഇഷ്ടക്കേട് അദ്ദേഹം പ്രകടിപ്പിച്ചു. 7 വർഷമായിട്ടൊക്കെ അല്ല, വരാം അതിലേക്ക് ഞാൻ വരാം. സർക്കാരിൻ്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, അത് കൈവരിച്ച അസൂയാർഹമായ നേട്ടങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന കേരളത്തിലെ മാറ്റങ്ങൾ, അത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത്. അതാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥാക്കുന്നത്. ഇവിടെ പദ്ധതികളൊക്കെ മുടക്കി LDF എന്ന് പറഞ്ഞു. ആ വിശേഷണം അവർക്കാണ് ചേരുക. ഞങ്ങൾ തുടക്കക്കാരാണെന്ന് UDF പറഞ്ഞു. യഥാർത്ഥത്തിൽ മുടക്കക്കാരാണ് നിങ്ങളെല്ലാവരും എന്നതാണ് വസ്തുത. വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ പറഞ്ഞത് അത് പ്രവൃത്തി നിർത്തിവച്ച് വീണ്ടും പഠനം നടത്തണമെന്നാവശ്യപ്പെട്ട സമരത്തെ പിന്തുണച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അതുപോലെ വയനാട് തുരങ്കപാത ഒരിക്കലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായി, തുരങ്കപാത യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നു. നാഷണൽ ഹൈവേ ഒരടി മുന്നോട്ട് വെക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് K. മുരളീധരനാണ്. നാഷണൽ ഹൈവേ പൂർത്തിയാവാൻ പോവുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സമരം ചെയ്യുന്നവരുടെ നേതാവായിരുന്നു ശ്രീ രണ്ടത്താണി. നേരിട്ട് സമരരംഗത്തുണ്ടായ ആളാണ്. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. നിങ്ങൾ ഏതിനെങ്കിലും ഒരു കാര്യത്തെ പിന്തുണയ്ക്കുക പോയിട്ട് എതിർക്കാതിരുന്നിട്ടുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.